നമ്മുടെ മനസ്സ് ആണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന സോഴ്സ് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എത്രയോ ജന്മങ്ങളിലേക്ക് നമ്മൾ വരണം. അതൊരു സുഹൃതമാണ്, എല്ലാവർക്കും സാധിക്കുന്നതല്ല. നമ്മൾ ദിവസവും പത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലല്ലോ ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ തന്റെ മനസ്സാണ് തന്റെ ജീവിതം കൊണ്ടു നടക്കുന്നതെന്ന് പോലും അവര് അറിയുന്നില്ല. എന്റെ ജീവിതത്തിന്റെ പ്രധാന കണ്ണി മനസ്സാണ്. അതാണ് വിരിഞ്ചെന്നുള്ളത്. പിന്നീട് എന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം അതും ആരാണ്? മനസ്സ് തന്നെയാണ്. അതാണ് ശിവൻ എന്ന് പറയുന്നത്. ഇനി ആ ശിവനും അപ്പുറത്താണ് ഭാഗവതോദ വൈഷ്ണവം പദം. ആ മനസ്സിനും അപ്പുറത്താണ് ആര്? ഭഗവാന്റെ പദം എന്ന് മനസ്സിലാക്കാൻ ഈ ജന്മം സഫലമാക്കാൻ സാധിച്ചാൽ അതാണ് കുട്ടികളെ നമ്മുടെ ജീവിതത്തിന്റെ സാഫല്യം. അതുകൊണ്ട് അധ ഭാഗവതായൂയം പ്രിയാസ്ത ഭഗവാൻ യഥാ നമൽ ഭാഗവതാനാം ച പ്രേയാനന്യോസ്തി ഗർഹിജിൽ. അതുകൊണ്ട് കുട്ടികളെ, ഭാഗ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഭഗവാൻ പ്രിയനായി തീർന്നിരിക്കുന്നത്. തപസ് ചെയ്യാൻ വന്നിരിക്കുമ്പോൾ പ്രിയനായിട്ട് ആരെ കണ്ടിരിക്കണം? ഭഗവാനെ പ്രിയനായി കണക്കാക്കാത്തവരൊക്കെ അമ്പലത്തിൽ പോലും പോകാൻ പറ്റില്ലേ? പറ്റുമോ? കുറച്ചൊരു സ്നേഹം വേണ്ടേ? ഇന്ന് നിങ്ങൾ ഭഗവാനെ പ്രിയനായി കണക്കാക്കിയിരിക്കണം. അതുകൊണ്ട് ആരാണോ ഭഗവാനെ പ്രിയനായി കണക്കാക്കിയിരിക്കുന്നത് അവര് എന്നെ സംബന്ധിച്ച് ഭാഗവത ഭക്താനം ന പ്രേയാന്യോ കർഹിജിൽ, അവരെക്കാൾ പ്രിയം എനിക്ക് വേറെ ആരോടുമില്ല. ശിവൻ ആരെ ഇഷ്ടമെന്ന് ശിവൻ പറയാണ്. ഭഗവാനെ പ്രിയനാക്കി കണക്കാക്കിയവരെയാണ് ആർക്കിഷ്ടം? ശിവനിഷ്ടം. നോക്കൂ, നമ്മൾ ഈ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണേ. അമ്പലത്തിൽ വഴിപാട് ചെയ്യുന്നവരല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആരുടെ മനസ്സാണോ ഭഗവാനെ പ്രിയനായി കണക്കാക്കുന്നത് അവരെയാണ് ഭഗവാൻ ശിവനിഷ്ടം. എന്നിട്ട് പറയണു ഇതം വിവിക്തം. അതുകൊണ്ട് ജപ്തവ്യം പവിത്രം മംഗളംബരം നിശ്രേയസകരം ചാബി ശ്രൂയതം തദ്വദാമി. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ആ ഭഗവാൻ വാസുദേവനിലേക്ക്, ഇവിടെ വാസുദേവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തെറ്റിദ്ധരിക്കരുത്, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന പരമസത്യത്തെയാണ് വാസുദേവൻ, അതിലേക്ക് ഉയർത്തുന്ന ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളിൽ ആ ഭേദബുദ്ധി വളരെ മാറ്റേണ്ടിയിരിക്കണം. നമുക്ക് എറണാകുളത്തപ്പൻ വേറെയാണ്, ഗുരുവായൂരപ്പൻ വേറെയാണ്. ശിവരാത്രി ദിവസം കൃഷ്ണനേക്കാൾ കൂടുതൽ ആളുകൾ തൊഴുന്നത് ശിവനിലാണ്. പണ്ട് കാലത്ത് ഗുരുവായൂരിൽ 2 യാചകന്മാരുണ്ടായിരുന്നു അത്രേ. ഒരു തമാശക്കഥ കേട്ടിട്ടുണ്ട്. 2 യാചകന്മാര്. ഇപ്പം അങ്ങനെയുള്ളവരില്ലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്ച്ചാല് പ്ലേറ്റ് വെച്ചിട്ട് അതിൽ കൃഷ്ണന്റെ ഒരു ഫോട്ടോ വെച്ച്, ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വെച്ച് ഒരു ധൂപവും കത്തിച്ച് നാരായണ 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 എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. ആൾക്കാർ എന്തെങ്കിലും ചില്ലറയിടും. അപ്പൊ ശിവരാത്രി ദിവസം ഇവര് 2 പേരും മമ്മിയൂരെത്തി. അന്നിവിടെ ബിസിനസ് നടക്കില്ല, ഇവിടെ ഗുരുവായൂരില്ല. അപ്പൊ 2 പേരും അടുത്തടുത്താണ് യാചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളുടെ തട്ടിലേക്ക് ധാരാളം കാശ് വീഴുന്നുണ്ട്. മറ്റാളെ മൈൻഡ് ചെയ്യുന്നില്ല ആളുകള്. അപ്പൊ ഇവൻ വിചാരിച്ചു, എന്താ ഇവനെ നല്ലോണം മൈൻഡ് ചെയ്യുന്നത്, എന്നെ മൈൻഡ് ചെയ്യാത്തത്? ചോദിച്ചു, എന്താ രഹസ്യം എന്ന്. പറഞ്ഞു, അത് നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അല്ല സുഹൃത്തെ, ഒന്ന് എനിക്ക് പറഞ്ഞതാ. അവസാനം ഇവര് തമ്മിൽ ബിസിനസ്, എനിക്ക് കിട്ടുന്നതിന്റെ 10% നിനക്ക് തരാറുണ്ട്. അപ്പൊ മറ്റവൻ വിചാരിച്ചു ബിസിനസ് ആണല്ലോ, ശരി നീ എന്റെ പ്ലേറ്റിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്ലേറ്റിലേക്ക് നോക്കിയപ്പം ഗുരുവായൂരപ്പന്റെ ഫോട്ടോ മാറ്റി ശിവന്റെ ഫോട്ടോ ആണ്. മറ്റവൻ ഇപ്പോഴും ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വെച്ചിരിക്കണതേ, അതുകൊണ്ടാ പൈസ വീഴാത്തത്. ഉടനെ മറ്റവൻ പറയാണ് ബിസിനസ് ഈസ് ബിസിനസ് എന്ന്. കാരണം ഇവിടെ നമ്മൾ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെക്കേണ്ടത് ശിവന്റെ ഫോട്ടോ ആണ്. ആളുകൾ അത്ര കൺഫ്യൂസ്ഡ് ആണ്, ഇത് വേറെ അത് വേറെ എന്ന്. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ആ ചിന്തകൾ ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മളൊക്കെ ആത്മീയമായി ഉയരാത്തത്. ആ ശിവൻ എന്നുള്ള വാക്കുപോലും നമ്മൾ തെറ്റായിട്ട് ധരിക്കുകയാണ്, ഒരു ശിവലിംഗമായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം, ഈ മന്ത്രം നിങ്ങളുടെ മനസ്സിനെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ശ്രീരുദ്രൻ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ് 24-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകം മുതലുള്ള രുദ്രഗീതം. ഭാഗവതം വാങ്ങിക്കണം എല്ലാവരും, അത് ദിവസവും വായിക്കണം. അത്ര മഹത്വരമാർന്നൊരു മന്ത്രമാണ്. ഉപദേശിക്കുന്നത് പരമശിവൻ, ഉപദേശിച്ചു കൊടുക്കുന്നത് ആർക്കാ ഉപദേശിച്ചു കൊടുക്കുന്നത്? പ്രചേതസ്സുകൾക്ക്, അതും ജിജ്ഞാസുക്കളും വിവേകികളുമായിട്ടുള്ള പ്രചേതസ്സുകൾക്ക് അത്ര ഉത്കൃഷ്ടമായ മന്ത്രം. ജിതം ത ആത്മവിദ്യുര്യ സ്വസ്ഥയേ സ്വസ്ഥിരസ്ത്വമേ ഭവദാരാധസാരാധം സർവാസ്മാ ആത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനേ നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ നമഃ പരമഹംസായ
പൂർണ്ണായ നിബദാത്മനേ. ഇപ്രകാരം വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു പോവാണ്. ജിതം ത ആത്മവിദ്ധുര്യ സ്വസ്ഥയേ സ്വസ്ഥിരസ്ത്വമേ. ഭഗവാനെ, അങ്ങേ ഞാൻ നമസ്കരിക്കുകയാണ്. എല്ലാവരിലും ആത്മസ്വരൂപനായി ഇരുന്നു കൊണ്ട് അവരുടെ മനസ്സിനെ ഉയർത്താനായിട്ട്, സ്വസ്ഥിയിലേക്ക് നയിക്കാനായിട്ട് ഭവതാരാധസാരാദ്ധം സർവാത്മാ ആത്മനേ നമഃ. എല്ലാവരിലും ആത്മസ്വരൂപനായിരുന്ന്, ആനന്ദസ്വരൂപനായിരുന്ന്, ആത്മസ്വരൂപനായ അങ്ങേ, സർവാത്മാവായ അങ്ങേ നമഃ, ഞങ്ങൾ നമസ്കരിക്കണം. അപ്പം വീണ്ടും ഭഗവാനെ കാണുന്നത് എവിടെയാണ്? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആത്മാവായിട്ട് തന്നെയാണ്. നമ പങ്കജനാഭായ ഭൂത സൂക്ഷ്മേന്ദ്രിയാത്മനെ. പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ ആത്മനെ. ഭൂതം എന്ന് പറഞ്ഞ ശരീരം, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള സൂക്ഷ്മമായിരിക്കുന്ന ശക്തി. അപ്പൊ നമ്മുടെ ശരീരം സ്ഥൂലമാണ്, ഇന്ദ്രിയങ്ങള് അത് നമുക്ക് കാണാം, മനസ്സിനെ നമുക്ക് കാണാൻ സാധ്യല്ല. കാണാൻ സാധിക്കാത്ത മനസ്സിനെ പോലും ഈ ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന വാസുദേവായ ശാന്തായ. എല്ലാവരിലും വാസുദേവ രൂപത്തിലിരുന്ന്, അതായത് ഇവിടെ വാസുദേവ് എന്ന് പറഞ്ഞാൽ അർത്ഥം, നിങ്ങൾ തൃതീയ സ്കന്ധം പഠിക്കുമ്പോൾ പറയും, സത്വഗുണം നിറഞ്ഞ മനസ്സിനെ വാസുദേവ് എന്ന് വിളിക്കും. അങ്ങനെ സത്വസ്വരൂപനായിരിക്കുന്ന, മനസ്സിൽ പ്രകാശിക്കുന്ന, ശാന്തനായിരിക്കുന്ന, ഇളകാത്തതായ, കൂടസ്ഥനായിരിക്കുന്ന, സ്വരോജിഷേ ചൈതന്യമായിരിക്കുന്ന, സംഘർഷണായ സൂക്ഷ്മായ. ഈ ശരീരത്തിലിരിക്കുന്ന അഹങ്കാരമാകുന്ന സംഘർഷന് അതിലും അപ്പുറത്ത് സൂക്ഷ്മമായ, ദുരന്തായ അന്തകായ, ആദിയും അന്തവുമില്ലാത്ത, വിശ്വപ്രബോധായ, വിശ്വത്തെക്കുറിച്ചുള്ള പ്രബോധം, അറിവ് തരുന്ന, പ്രദ്യുമ്നായ അന്തരാത്മനെ. എല്ലാവരിലും മനസ്സിന് പോലും പ്രകാശം ചൊരിയുന്ന അന്തരാത്മൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഭഗവാൻ രുദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് ആരിലേക്ക് തന്നെയാണ്? വേറൊരു നമ്മളിൽ നിന്ന് വിട്ടിട്ടൊരു ശക്തിയിലേക്കല്ല. ഓരോ ശ്ലോകങ്ങളും നോക്കുമ്പോൾ കഥ കാണുന്നത് നമോ അപവർഗവിദ്വാരായ നിത്യം ശുചിഷതേ നമ, നമോ ഹിരണ്യവീരായ ചാതുർഹോത്രായ തന്തവേ. സ്വർഗദ്വാരം ആർക്കാണോ സ്വർഗത്തിലേക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ വേണത്, ആർക്കാണോ മനസ്സിനെ പരിപൂർണമായി ഭഗവാനിലേക്ക് ലയിപ്പിക്കേണ്ടത്, അവർക്കെല്ലാം ശുചിഷതേ നമ, പ്രകാശിക്കുന്ന ഹിരണ്യവീരായ, യജ്ഞകർമ്മത്തിലൂടെ മനസ്സിനെ പരിശുദ്ധീകരിക്കാൻ സാധിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുന്നു. എന്നിട്ട് പിന്നീട് ഭഗവാനോട് പറയാണ്, ദർശനം നോ ദൃദൃക്ഷൂണം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനം സർവേന്ദ്രിയ ഗുണാജ്ഞനം. ഭഗവാനെ, അതുകൊണ്ട് ദർശനം നോ രൂപം, ഇനി ഞങ്ങൾക്ക് അങ്ങയുടെ രൂപദർശനം കാണണം. അപ്പൊ നേരത്തെ തത്വത്തെ പറഞ്ഞു കൊടുത്തു, ഇനി അദ്ദേഹത്തിന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് രൂപദർശനം. എങ്ങനെ മനസ്സിനെ ആ രൂപത്തിലേക്ക് കാണാൻ രൂപദർശനം കിട്ടും എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാനെ, ഇങ്ങനെ നിങ്ങൾ ധ്യാനിക്കൂ. സ്നിഗ്ധ പ്രാവിഡ് ഘനശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം ചാർവായുധ ചതുർബാഹും സുജാതർ രുചിരാനനം പത്മകോശ പലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദ്ദിജം സുഖപോലാസ്യം സമകന്ന വിഭൂഷണം തുടങ്ങി ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ശംഖചക്ര കഥാരൂപത്തെ ഇവിടെ വർണ്ണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഉണ്ണികളെ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. പുരൽക്കിരീടവലയഹാരനൂപുരമേഖലം ശംഖചക്ര കഥാപത്മമാലാമന്യുത്തമർദ്ദിമൽ. ഇപ്രകാരം ഉണ്ണികളെ ആ ഭഗവാന്റെ രൂപത്തിൽ മനസ്സ് വെച്ചിട്ട് ഏതൽ രൂപമനുധ്യേയം ആത്മശുദ്ധീമഭിപ്സതം യൽ ഭക്തിയോഗോപയത സ്വധർമ്മമനുതിഷ്ഠതം. എന്തിനാ ഈ രൂപത്തെ ധ്യാനിക്കുന്നത്? ഏതൽ രൂപം അനുധ്യേയം, ഈ രൂപത്തെ നിങ്ങൾ നിരന്തരം അനുധ്യേയം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ ആത്മശുദ്ധി എന്തുവരും? ആത്മശുദ്ധി. ആത്മശുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആവർത്തിക്കാറുണ്ട് നിങ്ങളോട്, ഈ രൂപങ്ങളൊക്കെ നമ്മൾ ഗ്രഹിക്കേണ്ടത് മനസ്സിനെ സമബുദ്ധിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമബുദ്ധിയുള്ള മനസ്സിനെയാണ് ശുദ്ധിയുള്ള മനസ്സ് എന്ന് പറയുന്നത്. ഒരു അഴുക്കുമില്ലാത്ത മനസ്സ് ആർക്കും ഇല്ല. എല്ലാവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടാവും. നിങ്ങളുടെ മനസ്സിലൊന്നും വിഷമങ്ങൾ വരാറില്ലേ? ദേഷ്യം വരാറില്ലേ? കോപം വരാറില്ലേ? ഇല്ലേ സ്വാമി, എനിക്കൊന്നും വരാറില്ല. അത് വലിയ നുണയാവും. എല്ലാവരുടെ മനസ്സിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായ ചിന്തകൾ വരും. ഭഗവാൻ നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഇത്ര നല്ല മാനേജ്മെന്റ് പറയുന്ന ഒരു വേറൊരു മഹാൻ ലോകത്തിലുണ്ടായിട്ടുണ്ടാവില്ല. ഭഗവാൻ പറയുന്നത് സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്, ജയമുണ്ടെങ്കിൽ പരാജയമുണ്ട്, നല്ലതുണ്ടെങ്കിൽ ചീത്തതയുണ്ട്. ശുദ്ധ മനസ്സെന്ന് പറയുന്നത് ഇതിനെയെല്ലാം സമമാക്കുന്ന മനസ്സാണ്. സുഖത്തിലും ഒട്ടിപ്പിടിക്കുന്നില്ല, ദുഃഖത്തിലും ഒട്ടിപ്പിടിക്കുന്നില്ല.
അപ്പൊ സുഖം വരണം, മനസ്സിലൂടെ പോകണം, അതുപോലെ ആരും പോകണം, ദുഃഖവും പോകണം. ഇതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണത്. അപ്പൊ അങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നാം അതിലൂടെ കടന്നു പോകാൻ പാടില്ല. അത് നമ്മളിലൂടെ കടന്നു പോകണം. രണ്ടും വ്യത്യാസം മനസ്സിലാവുണ്ടോ? നമ്മൾ അതിലൂടെ കടന്നുപോയാൽ നമ്മൾ അതിനെ പിടിച്ചു വെച്ചു. അത് നമ്മളിലൂടെ കടന്നുപോയാലോ നിങ്ങൾ അതിനെ പിടിച്ചു വെക്കുന്നില്ല. നമ്മൾ സിനിമ കാണുന്നത് പോലെ, സിനിമ കാണുന്ന സമയത്ത് സ്ക്രീനിലാണ് സിനിമ വരുന്നത്. ഒരു സീനുകളും ആര് പിടിച്ചു വെക്കുന്നില്ല? കാണുന്ന വിഡ്ഢികൾ നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ട്. മനസ്സിൽ ആര് പിടിച്ചു വെക്കുന്നില്ല? സ്ക്രീൻ പിടിച്ചു വെക്കുന്നില്ല. ഒരു പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു പുഴ വെള്ളത്തിനെ പിടിച്ചു വെക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെ, രമണ മഹർഷി പറയും കണ്ണാടി പോലെ ആവണമെന്നാണ്. എന്താ കണ്ണാടിയുടെ പ്രത്യേകത? അതിന്റെ മുന്നിൽ ഗോഡ് നിന്നാലും അത് റിഫ്ലക്ട് ചെയ്യും. ഗോഡിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ നിന്നാലും അത് റിഫ്ലക്ട് ചെയ്യും. ഗോഡ് ചിലപ്പോൾ നല്ലത് പറഞ്ഞു വരും, ഡോഗോ അത് അതിന്റെ സ്വഭാവം കാണിച്ചു വരും. രണ്ടും റിഫ്ലക്ട് ചെയ്യും. പക്ഷെ കണ്ണാടി രണ്ടിനെയും, ഗോഡിനെയും പിടിച്ചു വയ്ക്കുന്നില്ല, ഡോഗിനെയും പിടിച്ചു വയ്ക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ മനസ്സ് നല്ലതിനെയും പിടിച്ചു വെക്കരുത്, ചീത്തതിനെയും പിടിച്ചു വെക്കാത്തൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനസ്സിനെയാണ് ആത്മശുദ്ധിയുള്ള മനസ്സ്. അപ്രകാരമുള്ളവർക്ക് ഭക്തിയോഗോ അഭയതാം, ഭക്തിയോഗത്തിലൂടെ കൈവരിക്കാൻ സാധിക്കുന്ന ആ ഭഗവാനെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കൂ. ഭവാൻ ഭക്തിമതാലഭ്യോ സുദുർലഭ സർവദേഹിനം സ്വരാജ്യാസ്യാപ്യഭിമത ഏകാന്തേനാത്മവിദ്ഗതി തം ദുരാരാധ്യമാരാധ്യം സതതാമപി ദുരാഭയ ഏകാന്തഭക്ത്യാഗോ വാഞ്ചേൽ പാദമൂലം വിനാപഹി. അങ്ങനെ ഭഗവാന്റെ മനസ്സ് തുടക്കത്തിലൊന്നും നിങ്ങളുടെ മനസ്സിൽ ഉറക്കില്ല. ദുരാരാധ്യമാരാധ്യ, വളരെ മനസ്സിനെ അതിൽ പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. ഇവിടെ എത്ര രൂപം ധ്യാനിക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഒരു രൂപത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അനവധി രൂപങ്ങളെ ധ്യാനിക്കേണ്ടതുണ്ടോ? വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ ഹിന്ദുക്കൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇന്ന് ആകെ എഴുതിയിട്ടാ പോണതേ. രാവിലെ ശിവൻ, വൈകുന്നേരം കൃഷ്ണൻ, വൈകുന്നേരം അത് കഴിഞ്ഞ ദേവി, എല്ലാം കൂടിയായിട്ട് അവസാനം ചില പൂജാമുറികളിലൊക്കെ പോയാലല്ലോ ആകെ കൺഫ്യൂഷനാണ്. ഗുരുവായൂരപ്പന് വിളക്ക് കാണിക്കണോ മറ്റത് കാണിക്കണോ? ഇന്നിപ്പോ ശിവന് കാണിക്കണോ എന്നുള്ളതാണ്. ശിവൻ വേറെ. ആ മനസ്സ് നമ്മൾ കുട്ടിക്കാലത്തെ അങ്ങനെ ഉണ്ടാക്കി വെച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു രൂപത്തിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു വെച്ച് ദുരാരാധ്യമാരാധ്യ സദാമപി ദുരാഭയ, അങ്ങനെ ആ ഭഗവാനിൽ വളരെ പ്രയാസകരമായിട്ട് ഉള്ള ഭഗവാന്റെ രൂപം തെളിഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അങ്ങനെ അതിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഏകാന്ത ഭക്തിയാക്കോ വാഞ്ചൽ പാദമൂലം വിനാപഹി, പാദമൂലമല്ലാതെ മറ്റൊന്നും വാഞ്ചേത്, മറ്റൊന്നും ആ ഭഗവാനിൽ നിന്നും ആഗ്രഹിക്കരുതെന്ന് പറയാണ്. പാദമൂലം എന്ന് പറഞ്ഞാൽ മനസ്സെവിടെ ഉറക്കണം? ഭഗവാനിൽ ഉറക്കണം. വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനാവും. നമ്മൾ ഈ അമ്പലത്തിലുണ്ടല്ലോ, ഈ വഴിപാടുകൾ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ ഭഗവാനിൽ നിന്ന് അകലുന്നതാണ് വഴിപാട്, അടുക്കുന്നതല്ല വഴിപാട്. അതെങ്ങനെ മനസ്സിലാവും? കാരണം നിങ്ങളുടെ പേരും നക്ഷത്രമല്ലേ അവിടെ പറയാ, ആണോ അല്ലയോ? അപ്പൊ നിങ്ങളുടെ പേരും നക്ഷത്രവും പറയുമ്പം നിങ്ങളാകുന്ന ഒരു വ്യക്തിത്വത്തിന് അവിടെ പ്രാധാന്യം കൊടുക്കുകയാണ്. എന്നാൽ നിങ്ങളാകുന്ന വ്യക്തിത്വം വന്നിരിക്കുന്നത് ഭഗവാനിലാണ്. അത് നിലനിർത്തുന്നതും ഭഗവാനിലാണ്. അത് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്ക്. അപ്പൊ നിങ്ങളുടെ വ്യക്തിത്വത്തെ സമർപ്പിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഭഗവാനിൽ നിന്നും വേർതിരിക്കുന്നത് അത് തെറ്റാണോ അല്ലയോ? നിങ്ങൾ ഉത്തരം പറയില്ല എന്ന് എനിക്കറിയാം. പ്രയാസമാണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ ഉടനെ ചോദിക്കും, പിന്നെ ഇങ്ങനെയാ സ്വാമി അമ്പലം നിൽക്കുക എന്ന്? ഈ വഴിപാടൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ. അമ്പലം ഉണ്ടാക്കിയ സമയത്ത് വഴിപാട് കഴിക്കണം എന്നുള്ള രീതിയിലല്ല അത് ഉണ്ടാക്കിയത്, ആണോ? അവിടെ അമ്പലത്തിൽ വഴിപാട് എന്നുള്ള രീതിയിലല്ല അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അമ്പലത്തിന്റെ ആ സംസ്കാരം തന്നെ തന്ത്രശാസ്ത്രം പറയുന്നത് ആചാര്യ തപസ ആമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രം അഭിവൃദ്ധിസ്തു പഞ്ചത. ക്ഷേത്രത്തെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടത് ഈ 5 കാര്യങ്ങളെ കൊണ്ടാണ്. ഏതൊക്കെ? ആചാര്യ തപസ്, അവിടെ ഉള്ളവർക്ക് കൂലിപ്പണിക്കാരാവരുത്, അവർ തപസ്സികളായിരിക്കണം. പിന്നെ ആമ്നായ ജപേന, ആമനം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, അതായത് നാമസ്മരണം ഉണ്ടായിരിക്കണം. വേദം ചൊല്ലുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാമം ജപിക്കുന്ന ഒക്കെ വേദമന്ത്രങ്ങളാണ്, അതിന്റെ ജപം ഉണ്ടാവണം. പിന്നെ പറയുന്നത് നിയമേന, അവിടെ ഒരു
നിയമങ്ങൾ ഉണ്ടാവണം, അടുക്കും ചുറ്റൊക്കെ ഉണ്ടാവണം. നാലാമത്തത് ഉത്സവം വേണം. പിന്നീട് അന്നദാനേന. അപ്പൊ ജപവും മറ്റും കഴിഞ്ഞിട്ടാണ് ഉത്സവവും വെച്ചിരിക്കുന്നത്, അന്നദാനം വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്താ നമ്മൾ കാണുന്നത്? ഏറ്റവും അതിന് പ്രാധാന്യമുണ്ട്, ഉത്സവമുണ്ട്. ഇതൊന്നും വേണ്ടാന്ന് വെക്കണ്ട, എല്ലാം ഉണ്ടായിക്കോട്ടെ, ഇനി മറ്റതും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ മതി. അതല്ലേ ശരിയായിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇത്തിരി വിവേകികളായിട്ട് കഴിയുന്നതും ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റരുത്. നിങ്ങളൊരു വഴിപാട് കഴിക്കുമ്പോൾ നിങ്ങളുടെ പേര് പറയുമ്പം കുട്ടിശങ്കരൻ, രോഹിണി അതൊക്കെ പറയുമ്പോണ്ടല്ലോ, ഭഗവാൻ പറയും, ഏതാ ഒരു കുട്ടിശങ്കരൻ വന്നിരിക്കുന്നത്? നീ എന്നിൽ നിന്നല്ലടാ വന്നിരിക്കുന്നത്, പിന്നെ നിനക്കൊരു പ്രത്യേകത. ഇതല്ല നമ്മുടെ പൂർവികന്മാര് അർത്ഥമാക്കിയത്. അവർ മനസ്സിലാക്കി, അവർ പറഞ്ഞിരിക്കുന്നത് ഏകാന്ത ഭക്തിയാക്കോ വാഞ്ചൽ പാദമൂലം വിനാപഹി. അപ്പൊ യഥാർത്ഥ ഭക്തൻ എന്താ പറയാ? ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദത്തിലേക്ക് ഞാൻ എന്നെ അർപ്പിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടത് എന്താന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ അങ്ങയ്ക്കറിയാം. അങ്ങ് എന്ത് തന്നാലും ഞാൻ അവിടുത്തെ പ്രസാദമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? തയ്യാറാവുണ്ടോ നിങ്ങളൊക്കെ മനസ്സിനെ? ഇനിയെങ്കിലും കുറെയൊക്കെ ശ്രദ്ധിക്കൂ. അമ്പലത്തിൽ പോയിട്ട് ഉടനെ പറയരുത് പുരുഷോത്തമൻ പൂരാടെന്ന് പറയരുത്. മനസ്സിനെ പിടിച്ചു വെക്കുക. ഇതൊന്നും അല്ല ഭഗവാൻ ആവശ്യം. ഭഗവാൻ ആവശ്യം എന്റെ മനസ്സിനെ അനന്യാ ചിന്തയന്തോ മാ യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും. ആരുടെ? അതൊക്കെ വളരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അനന്യാ ചിന്തയന്തോ മാ. തോമസിന്റെ അല്ല, തോമസിന്റെ അല്ലേ, അങ്ങനെ അർത്ഥം എഴുതി വയ്ക്കരുത് ആരും. എന്ന് വെച്ചാൽ ആരാണോ എന്നെ അനന്യാ ചിന്തയന്തോ മാം, എന്നെ തന്നെ നിരന്തരം അനന്യമായി വേറെയല്ല എന്ന ബോധത്തോടു കൂടിയിട്ട് ആര് ചിന്തിക്കുന്നു, അവരുടെ യോഗവും ക്ഷേമവും ഞാൻ നോക്കും. ഇതൊക്കെ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പറയണോ, എത്ര നിർവിഷ്ടമരണം കൃതാന്തോദാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീരശൗര്യസ്വിസ്ഫൂർജിത ഭ്രമാ. ഏതൊരു ഭഗവാനിൽ നിന്നാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഏതൊരു ഭഗവാന്റെ സാന്നിധ്യത്തിലാണോ ഈ പ്രപഞ്ചം മാറുന്നത്, ആ ഭഗവാൻ തന്നെയാണ് നമുക്ക് പ്രാപ്യനായിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാനിലേക്ക് ഉയരാൻ ക്ഷണാർദ്ദേനാഭിതുലയേ നാ സ്വർഗം നാ പുനർഭവം ഭഗവൽ സംഗി സംഗസ്യ മർത്യാനം കിമുദാശിഷാം. ക്ഷണാർദ്ദേന, ഞാൻ അല്പനേരത്തേക്ക് പോലും ന സ്വർഗം ന പുനർഭവം, എനിക്ക് മോക്ഷവും വേണ്ട സ്വർഗവും വേണ്ട, എനിക്ക് എന്ത് മതി? ഭഗവൽ സംഗി സംഗസ്യ, എന്ത് മതി? സത്സംഗം. ഭഗവാന്റെ ആളുകളുമായിട്ട്, ഭക്തന്മാരുമായിട്ട് സംഘം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരിൽ നിന്ന് വേണം ഭഗവാനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ. അറിവാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്ത്. അറിവിലാണ് നമ്മുടെ ജീവിതം നിലനിർത്തേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാനെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള ജ്ഞാനം. ആ ഭഗവാനാകുന്ന സത്യത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ കൂടുന്തോറും നിങ്ങളുടെ ആക്ഷനും റിയാക്ഷനും വളരെ വ്യത്യാസം ഉണ്ടാവും. ജീവിതം തന്നെ മാറും. നമ്മൾ വെറുതെ പറയല്ലത്. നമുക്ക് ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വരും. അപ്പൊ നമ്മളത് ഉറപ്പിക്കണം, നമ്മുടെ ചിത്തത്തിൽ ഉറപ്പിക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് എന്റെ ശരീരത്തെയും മനസ്സിനെയൊക്കെ നിലനിർത്തുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണെന്ന് നല്ലവണ്ണം ഇത് ക്ഷേത്രമാണ് ഈ ശരീരം, ഈ ക്ഷേത്രത്തെ നിലനിർത്തുന്നത് ക്ഷേത്രജ്ഞനാണ്. ഇതൊക്കെ പഠിച്ച് നല്ലവണ്ണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സംശയം ഉണ്ടാവോ? അതാണ് ഭഗവാൻ പറഞ്ഞത്, സംശയാത്മാ വിനശ്യതി. സംശയമുണ്ടോ, നിങ്ങൾ നാശത്തിലേക്കാണ് എന്നിട്ട് പറഞ്ഞു. അതുകൊണ്ട് അധാനഖാംക്രേ തവ കീർത്തിപാദ തീർത്ഥയോ അന്തർബഹിസ്നാന വിദൂതപാത്മനം ഭൂതേശനുക്രോശ സതീശീലിനം സ്യാൽ സംഗമോനുഗ്രഹേഷണസ്തന നയസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായം വിശുദ്ധമാവിശൽ യൽ ഭക്തി യോഗാനുഗൃഹീതമഞ്ജസാം മുനിർ വിജഷ്ടേ നനു തത്രദേ ഗതിം. അപ്രകാരമുള്ള ഭഗവാന്റെ ആ പാദാംഗ്രിയെക്കുറിച്ചുള്ള കീർത്തനാദികൾ കേട്ടുകൊണ്ട് വിദൂതപാത്മനം, തന്റെ മനസ്സിലുള്ള പാപങ്ങളെ തീർത്തുകൊണ്ട് സ്യാൽ സംഗമോ, മനസ്സിനെ ക്രമേണ ക്രമേണ ഭഗവാനിലേക്ക് സംഘം ചെയ്യാൻ സാധിക്കും. ആരുടെ മനസ്സാണോ യസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം ന, ആരുടെ മനസ്സാണോ ബഹിർ അർത്ഥ വിഭ്രമം ന, ആരുടെ മനസ്സാണോ ബാഹ്യമായ വസ്തുക്കളിലൊന്നും വിഭ്രമിക്കാത്തത്. തമോ ഗുഹായം ച വിശുദ്ധമാ വിശൽ,
തന്റെ ശരീരത്തിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനിൽ തിരിഞ്ഞുകൊണ്ട് യൽ ഭക്തിയോഗാനുഗ്രഹീത മഞ്ജസ മുനിർ വിജസ്തേ നനു തത്രതേ ഗതിം, അവർക്ക് അങ്ങയുടെ തത്വഗതി, അവർക്ക് തത്വാനുഭൂതി അവർക്ക് ദർശിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് ഭഗവാന്റെ സ്മരണ വരുമ്പം മറ്റുള്ള ചിന്തകളൊക്കെ വിട്ടുകൊണ്ട് ആരിലേക്ക് തന്നെ തിരിയണം? ഭഗവാനിലേക്ക്. ഇവിടെയൊക്കെ നോക്കൂ, നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ആചരണമല്ല, വിചാരമാണ്. ഹിന്ദുമതം വന്നിരിക്കുന്നത് ആചരണത്തിൽ നിന്നല്ല, വിചാരത്തിൽ നിന്നാണ്. മനസ്സ് എവിടെയായിരിക്കണം എന്നുള്ളതാണ്. അതെന്തിനാ ഇത്രയധികം പ്രാധാന്യം മനസ്സിന് കൊടുത്തിരിക്കുന്നത്? കാരണം മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അത് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. അതിനെന്താ നമ്മൾ നാമം ജപിക്കേണ്ടത്? നമ്മൾ നാമം ജപിക്കുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നാമം ജപിക്കുന്നതോറും നമ്മുടെ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കാൻ പറ്റും? അപ്പൊ നമുക്ക് എളുപ്പമായി, പണികൾ എളുപ്പമായി. ഈ ശരീരവുമായിട്ടുള്ള മനസ്സിന്റെ അറ്റാച്ച്മെന്റ് കുറഞ്ഞു 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 കുറഞ്ഞ് കൂടുതൽ കൂടുതൽ ആരിലേക്ക് തിരിഞ്ഞു? ഭഗവാനിലേക്ക് തിരിഞ്ഞു. അതിന് പകരം നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് വേണ്ടാത്തതൊക്കെ ബഹിരർത്ഥ വിഭ്രമം, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞ് ഭഗവാനെ ആ രോഗം മാറ്റിത്തരണേ, ഈ രോഗം മാറ്റിത്തരണേ, മറ്റേ രോഗം മാറ്റിത്തരണേ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഒരു മനസ്സിനെ ഭഗവാനിൽ നിന്നും അകറ്റുക നമ്മൾ അറിയുന്നില്ല. ശരീരത്തിന് രോഗമുണ്ടായിരിക്കാം, നിങ്ങൾക്ക് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടായിരിക്കാം, പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും വാസ്തവത്തിൽ മനസ്സിനെ അലട്ടുന്നില്ല എന്നാ പറയുന്നത്. എന്താ സ്വാമി പറയുന്നത്? വിഡ്ഢിത്തങ്ങൾ പറയേ. മനസ്സിനെ അലട്ടുന്നു. എപ്പോ? മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അലട്ടുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സ് മാറ്റിയാലോ അലട്ടുവോ? ഇല്ല. അപ്പൊ നമ്മുടെ മനസ്സ് അതിലേക്ക് തന്നെ തിരിഞ്ഞു 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 പോകുമ്പോഴാണ് അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിനെ തിരിക്കാൻ പറ്റിയാലോ? ഇത്രയേ ആവശ്യമുള്ളൂ, ശ്രദ്ധ തിരിക്കാൻ പഠിക്കുക. ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ആ ഭഗവാനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കൂ. വീണ്ടും ഇവിടെ ഭഗവാനെ വർണ്ണിക്കുകയാണ്. 60ാമത്തെ ശ്ലോകം പരമശിവൻ വർണ്ണിച്ചു കൊടുക്കുകയാണ്. എത്ര ഇതം വിജൃതേ വിശ്വം വിശ്വസ്മിൻ അവപാദിയൽ തൽത്വം ബ്രഹ്മപരം ജ്യോതി ആകാശമേവ വിസ്തൃതം. എത്ര ഇതം വിജൃതേ വിശ്വം. ഇവിടെ വിശ്വം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ. ഏതൊരു ഭഗവാന്റെ സാന്നിധ്യത്തിലാണോ ഇതെല്ലാം വിടർന്നു വരുന്നത്? ഏതാ വിടർന്നു വരുന്നത്? നിങ്ങൾക്കും എനിക്കും ഈ വിശ്വത്തിന്റെ ചുറ്റുപാടിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്ന അനുഭവം എനിക്ക് വരണമെങ്കിൽ ഉറങ്ങിയാൽ എനിക്ക് പറ്റുമോ? നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്നുള്ള അനുഭവം വരണമെങ്കിൽ എന്റെ മനസ്സുണരണം. ആരാണോ ആ മനസ്സിനെ ഉണർത്തുന്നത്, പിന്നീട് വിശ്വസ്മിൻ അവബാധിയിൽ ഉണർത്ത മാത്രല്ല, അതിനെ എനിക്ക് കാണിച്ചു തരുന്നു, പ്രകാശിപ്പിക്കുന്നു. അതിനെ കണ്ണിലൂടെ പ്രകാശം പോയി, മനസ്സാകുന്ന പ്രകാശം പോയി, അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന അറിവ് എനിക്ക് തരുന്നു. അങ്ങനെയുള്ള അറിവ് തരുന്ന, ഉള്ളിൽ നിന്ന് മനസ്സിനെ ഉണർത്തുന്ന ആ സത്യത്തെയാണ് തത്വം ബ്രഹ്മപരം ജ്യോതി. അതിനെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? ബ്രഹ്മമെന്ന്, പരംജ്യോതി, പരമപ്രകാശം, ചൈതന്യമെന്ന് പറയുന്ന ആകാശമിവ വിസ്തൃതം. അതേതുപോലെയാണ്? ആകാശം പോലെയാണ്. അപ്പൊ നോക്കൂ, നമ്മളിലിരിക്കുന്ന ആ ചൈതന്യം ആകാശം പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അംഗീകരിക്കില്ല അതൊന്നും. കാരണം നിങ്ങൾ പറയുന്നത് 70 കിലോ തൂക്കമുള്ള ഒരു ശരീരം സ്വാമി, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മനസ്സ്, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ജീവൻ, അതിനെ നിങ്ങൾ ആകാശം പോലെയൊക്കെ ആക്കി പറയുകയാണെന്ന് വെച്ചാൽ എന്താകാശം? അതൊന്നും നമ്മൾ ഉൾക്കൊള്ളില്ല. കാരണം നമ്മൾ അങ്ങനെ സ്ഥൂലതയിൽ മനസ്സ് വെച്ച് ഇപ്പൊ നമുക്ക് സൂക്ഷ്മത എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വായു ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നിങ്ങളോട് പറയാണ് അല്പനേരം വായുവിനെ ധ്യാനിക്കൂ, ഒരു പിടുത്തം കിട്ടുമോ? ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചു H2O എന്താണെന്ന്. കുട്ടി ഉടനെ പറഞ്ഞു HIJKLMNOPQR. ടീച്ചർ ചോദിച്ചു എന്താ പറയുന്നത്? ടീച്ചർ അതല്ലേ ചോദിച്ചു, H2O അതുവരെയാണ് പറഞ്ഞു കൊടുത്തു. അത് കുട്ടിക്ക് ഗ്രഹിക്കാൻ പറ്റും. അതിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. സ്ഥൂലതയെ നമുക്ക് വേഗം ഗ്രഹിക്കാം. ഏതിനെ ഗ്രഹിക്കാൻ പറ്റില്ല? സൂക്ഷ്മതയെ ഗ്രഹിക്കാൻ. സ്ഥൂലതയെക്കാളും വ്യാപ്തി ഏതിനുണ്ടാവണം? സൂക്ഷ്മതയ്ക്കുണ്ടാവണം. അതാണ് നോക്കൂ, വളരെ ശ്രദ്ധിക്കണേ. ശരീരം സ്ഥൂലമാണ്, ഈ മനസ്സ് വളരെ സൂക്ഷ്മമാണ്. നമ്മൾ ഈ സ്ഥൂല ശരീരത്തെ ചിന്തിച്ച് മനസ്സും കുറെ കഴിഞ്ഞാൽ എന്തായി മാറുന്നു? സ്ഥൂലമായി മാറുന്നു. അതുകൊണ്ട് വേഗം അത് ഐഡന്റിഫൈ ചെയ്യണം മനസ്സുമായി, ശരീരമായിട്ട്. എന്നാൽ അതിനെ നമ്മൾ ക്രമേണ സൂക്ഷ്മമാക്കി കഴിഞ്ഞാൽ, അഭ്യസിച്ചു കഴിഞ്ഞാൽ, അഭ്യാസം തന്നെ വേണം. അങ്ങനെ അഭ്യസിച്ചു കഴിഞ്ഞാൽ മനസ്സും ക്രമേണ എന്താവാൻ തുടങ്ങും? സൂക്ഷ്മമാകാൻ തുടങ്ങും. അപ്പൊ നമുക്ക് സൂക്ഷ്മതയെ വേഗം പിടികിട്ടും. മനസ്സിലായില്ലേ? അത് നമ്മൾ അഭ്യാസത്തിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്.
താനെ വരുന്നതല്ലത്. നോക്കൂ, നമ്മുടെ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്വന്തം അനുഭവമാണ്. നിങ്ങളൊരു കറി വെക്കണോ അല്ലെങ്കിൽ ചായ വെക്കണോ, അത് നന്നോ ഇല്ലേ എന്നുള്ളത് സൂക്ഷ്മമാണ്. കറി നിങ്ങളുടെ മുന്നിലിരിക്കണോ എന്നുള്ളത് സ്ഥൂലമാണ്. അപ്പൊ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സൂക്ഷ്മമാണോ അല്ലയോ? നിങ്ങളുടെ മനസ്സ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചു നേരം നിങ്ങൾ ധ്യാനനിരതനാവും. ഏതില്? ആ സൂക്ഷ്മതയില്. എന്നിട്ട് നിങ്ങൾ പറയും എരിവ് കുറച്ചും കൂടി ആവാം, ഇത്തിരി കൂടി ഉപ്പാവാം. അത് സൂക്ഷ്മമാണോ അല്ലയോ? എന്നാ പിന്നെ കണ്ണുകൊണ്ട് നോക്കിക്കിട്ട് ഉപ്പുണ്ട് കേട്ടോ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ നമ്മൾ ആ സൂക്ഷ്മതയെ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിനെ ആ സൂക്ഷ്മതയിലേക്ക് കുറച്ചു നേരത്തേക്ക് ധ്യാനിപ്പിക്കാൻ പരിശീലിപ്പിക്കണം. അതൊക്കെ നമ്മൾ അഭ്യസിച്ച് കൊണ്ടുവരുന്നെ വേണം. അതാണ് ധ്യാനം എന്നൊക്കെ പറയുന്നത്. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് അത് തമസിനോ ബ്രഹ്മൻ പരമാത്മൻ വിവസ്ഥിതം വിശ്വം രുദ്രഭയധ്വസ്തം അകുതശിൽ ഭയാഗതി. അതുകൊണ്ട് ഞാൻ ഉപസംഹരിപ്പിക്കുകയാണ്. ഇപ്രകാരമുള്ള ഭഗവാന്റെ, ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ ആ തത്വത്തിലേക്ക് മനസ്സ് തിരിഞ്ഞു കഴിഞ്ഞാൽ വിശ്വം രുദ്രഭയധ്വസ്തം, എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി. കുതശ്ചിൽ ഭയാഗതി, അവർക്കെവിടെയാണ് ഭയമുള്ളത്? ഭാഗവതത്തിൽ പറയുന്ന അതേ തത്വങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഒരേ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പറയുന്ന രീതി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഏകാദശ സ്കന്ധത്തിൽ പറയും മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം